ജീവനുള്ളത് നശിക്കുമ്പോൾ അത് മൃഗങ്ങൾ നശിക്കുമെന്നല്ല കർത്താവ് പറഞ്ഞത്. നമ്മൾ അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ചിന്തിക്കുന്നത്. അത് പരവജാതികൾ നശിച്ചു പോകുമെന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് ജീവനുള്ളതൊക്കെ. ഇന്ന് രാത്രി ജീവനുള്ളത് കൊണ്ടാണ് നമ്മൾ പലതും ഓരോ ദിവസവും ചെയ്ത് ഒന്നും അറിയാത്തവരെ പോലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ജീവനേക്കാൾ അധികം ദൈവം അവന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്ന ഉയരത്തിലെ ജീവൻ അല്ലെങ്കിൽ ഉയരത്തിലെ ശക്തി സകല മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ യഥാർത്ഥ ജീവന്റെ അരികിലേക്ക് നിങ്ങൾ വന്നില്ല എങ്കിൽ ഈ ജീവന്റെ ഉടമസ്ഥനായിരിക്കുന്ന ദൈവം ഭൂമിയിൽ ഒരു ന്യായവിധി നടത്തിയ ശേഷം ജീവനുള്ളതൊക്കെയും ഞാൻ നശിപ്പിച്ചു കളയും. അപ്പോൾ ആ നാശം നിങ്ങൾക്ക് സംഭവിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾക്കൊറ്റ മാർഗമേ ഉള്ളൂ. അതെന്താണ് മാർഗമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം നിങ്ങൾ ചെയ്ത ശിക്ഷയിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാൻ, നിങ്ങളെ രക്ഷിപ്പാൻ യേശു ഒരുക്കിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യകരമായ അവസ്ഥയാണ് സർവശക്തനായ ദൈവം ഈ ലോകത്തെ മുഴുവനും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണ് ഇവിടെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ വേണ്ടി കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. തന്റെ ഏകജാതൻ ആരാണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും, അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ വിശ്വസിക്കുന്നവർ രക്ഷപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവം ഈ ഭൂമിയെ, ഭൂമണ്ഡലത്തിലുള്ള സകല മനുഷ്യരെ യേശു ഒരുപോലെ സ്നേഹിച്ചു. ഇവിടെ സൗന്ദര്യമുള്ളവനെന്നോ സൗന്ദര്യമില്ലാത്തവനെന്നോ, വിദ്യാഭ്യാസമുള്ളവനെന്നോ വിദ്യാഭ്യാസമില്ലാത്തവനെന്നോ, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസം കൂടാതെ എല്ലാ മനുഷ്യനെയും ഒരുപോലെ സ്നേഹിച്ച ഒരു യേശുവിനെയാണ് രാത്രി ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞങ്ങൾ നിങ്ങളെ ഇന്ന് രാത്രി ഓർമ്മപ്പെടുത്താം. ചിലരൊക്കെ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഈ യേശുവിനോടാണ് ആത്മാർത്ഥമായ സ്നേഹം, ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ അതിന്റെ ഒരു ഭാഗം ഞങ്ങൾ ഈ യേശുവിന് വേണ്ടിയാണ് കൊടുക്കുന്നത്, ഞങ്ങൾ ഈ യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഇതെല്ലാം സ്വാഭാവികമായും മനുഷ്യൻ പുറമെ പറഞ്ഞു നടക്കുന്ന വാക്കുകളല്ലാതെ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് എന്തില്ല? ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഇല്ല. ശരിക്കും മനുഷ്യൻ പറഞ്ഞതുപോലെ മനുഷ്യൻ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മാരകമായ രോഗങ്ങൾ നമ്മുടെ ഈ ലോകം വിട്ട് മാറ്റപ്പെടുമായിരുന്നു. ഇല്ല എങ്കിൽ ഈ ലോകത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യത്തില്ലായിരുന്നു.